ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ ഇംഗ്ലീഷിൻ്റെ 26ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഏകദേശം പാഠഭാഗങ്ങളെല്ലാം തീരാറായി. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എക്സാം ഏകദേശം അടുക്കാറായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതണം. നമ്മൾ ഇത്രയും പാഠഭാഗങ്ങൾ പഠിച്ചത് ആത്മകഥ പഠിച്ചു, അതോടൊപ്പം തന്നെ ജീവിതാനുഭവങ്ങൾ പഠിച്ചു, കഥകൾ പഠിച്ചു, കുറേ അധികം വ്യക്തികളുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളാണ്. ജോലിയുടെ പേര് റിസപ്ഷനിസ്റ്റ് എന്നാണ്. നമ്മൾക്ക് പലർക്കും അറിയാവുന്ന ഒരു ജോലിയാണ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏതൊരു ബിസിനസ് മേഖലയിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുകയാണ്, നമുക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്ക് കാണാം മേ ഐ ഹെൽപ്പ് യു എന്നും പറഞ്ഞൊരു ബോർഡ് കാണാം. അവിടെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തിനാണോ വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് പറയാനും അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ചോദിച്ചറിയുവാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഓരോ മേഖലയിൽ ഓരോ രീതിയിലാണ് റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി. മെയിനായിട്ട് എന്താണ്, എല്ലാവരും ഗസ്റ്റുകളെ വെൽക്കം ചെയ്യുക എന്ന് തന്നെയാണ് അവരുടെ മെയിനായിട്ടുള്ള ജോലി. അപ്പം ആ ഒരു റിസപ്ഷനിസ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. വലിയ രീതിയിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ജോലിയെക്കുറിച്ചും അവരെങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടതെന്നും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് പാരഗ്രാഫായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഈസ് ദ ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന്. ദ റിസപ്ഷനിസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മെമ്പർ അല്ലെങ്കിൽ ആൾ എന്ന് പറയുന്നത് അതിൻ്റെ റിസപ്ഷനിസ്റ്റ് ആണ്. വാട്ട് മേക്ക് ദ റിസപ്ഷൻ ഡെസ്ക് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ? എന്തുകൊണ്ടാണ് എല്ലാത്തിലും അല്ലെ ഏത് മേഖലയിലും, ഒരു ബിസിനസ് മേഖലയിൽ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഡെസ്ക് എങ്ങനെയാണ് ഒരു ഫോക്കൽ പോയിന്റ് ആകുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം അത് അവരെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ സ്വാധീനിക്കുന്നതെന്ന്. ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹാസ് എ ഡയറക്റ്റ് ആൻഡ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ഓൾ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ്. ബിക്കോസ് ഓഫ് ദിസ് ദ റിസപ്ഷൻ ഡെസ്ക് ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് എനി ഓർഗനൈസേഷൻ. എന്താ, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് ആ ഒരു ആളുകളുമായിട്ട്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിലോട്ടോ കടന്നു വന്ന ആ വ്യക്തികൾക്ക് ഡയറക്റ്റായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത് ഈ പറയുന്ന ഓഫീസ് സ്റ്റാഫുകളുമായിട്ട് ആണ്. അപ്പം അവരുടെ ആ ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ ആ സ്വാഗതം ചെയ്യുന്ന രീതിയും ആ കാര്യങ്ങളും എല്ലാമാണ് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ഏറ്റവും മുതൽക്കൂട്ടായി നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം, എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ ജോലികളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സം ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ആർ വെൽക്കമിങ് ദ ഗസ്റ്റ്, വിസിറ്റേഴ്സ് ആൻഡ് ഓഫർ ദം ഹെൽപ്പ്. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തീർച്ചയായും ഗസ്റ്റുകളെ അല്ലെങ്കിൽ സന്ദർശകരെ അല്ലെങ്കിൽ വരുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് എന്താണോ ആവശ്യം അത് ഏറ്റവും ആപ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കുക. ആൻസർ ദ ടെലിഫോൺ കോൾസ് എഫക്റ്റീവ്ലി. നമുക്കറിയാം, ഇപ്പോൾ എല്ലാം ഫോണുകളിൽ കൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു റൂം ബുക്ക് ചെയ്യണം, നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് അല്ലെങ്കിൽ ഒരു യാത്ര നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇന്ന സ്ഥലത്തെ ഇന്ന ഒരു ഹോട്ടലിലോട്ട് നമ്മൾ വിളിക്കുമ്പം അവിടുത്തെ റിസപ്ഷനിസ്റ്റാണ് തീർച്ചയായും ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ആ റിസപ്ഷനിസ്റ്റ് ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഒരു ഗസ്റ്റിന് വേണ്ട അവൈലബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഗസ്റ്റിന് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അത് ഏറ്റവും നല്ല രീതിയിൽ ആ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യണം. ടേക്ക് ഡൗൺ മെസ്സേജസ് ലെഫ്റ്റ് ബൈ വിസിറ്റേഴ്സ് ആൻഡ് കോളേഴ്സ് ആൻഡ് പാസ് ദം ടു ദ റൈറ്റ് പേഴ്സൺസ് ആസ് സൂൺ ആസ് പോസിബിൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക്, സന്ദർശകർക്ക്, അതിഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മെസ്സേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും മുകളിലുള്ള അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ റിസപ്ഷൻസിൻ്റെ മേൽ ഉള്ള അതോറിറ്റിയിൽ അറിയിക്കുക എന്ന ഉത്തരവാദിത്വം അവർക്ക് ഉണ്ട്.
അറ്റൻഡ് ടു റൂട്ടീൻ എൻക്വയറീസ്. എന്താ നമുക്കറിയാം, അന്വേഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് വരുന്നത്. കാരണം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാനാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. അപ്പം അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുക. ഹെൽപ്പ് ദ ഗസ്റ്റ് വിസിറ്റേഴ്സ് വിത്ത് എനി ക്വയറീസ് ഓർ പ്രോബ്ലംസ് ദാറ്റ് അറൈസ്. എന്താ ആളുകളെ അല്ലെങ്കിൽ സന്ദർശകരെ, അതിഥികളെ സഹായിക്കുക, അല്ലെങ്കിൽ കടന്നു വരുന്നവരെ സഹായിക്കുക. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ചോദ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം കാര്യങ്ങൾ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നെല്ലാമാണ് ഒരു റിസപ്ഷനിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ജോലികൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ ഐറ്റംസ് എ റിസപ്ഷനിസ്റ്റ് മസ്റ്റ് കീപ്പ് ഓൺ ഹെർ ഡെസ്ക് ടു ഡു ഇറ്റ് വർക്ക് എഫക്റ്റീവ്ലി. എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഒരു റിസപ്ഷനിസ്റ്റ് തൻ്റെ ജോലിക്കായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? The receptionist should keep the following items on her desk: a telephone directory, an index book of telephone numbers frequently used, information about places of tourist interest and local sightseeing tours, a railway timetable, an internal telephone directory, flight schedules, forms and brochures like reservation voucher, an office, also a register of callers, an appointment diary, a list of staff on leave ആൻഡ് ടൂർ. ഇത്രയും കാര്യങ്ങൾ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫിൻ്റെ മേശയിൽ അല്ലെങ്കിൽ ആ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ കാര്യങ്ങൾ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സോഴ്സസ് ഉണ്ടായിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ടെലിഫോൺ ഡയറക്ടറി. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺസും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്പേഴ്സ് എല്ലാം നമുക്ക് കൂടുതലും നെറ്റ് വഴി എല്ലാം കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാരണം പണ്ടത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഡയറക്ടറികൾ കൂടെ ആയിരുന്നു കൂടുതലായിട്ട് നമ്പറും കാര്യങ്ങളെല്ലാം ആളുകൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു ടെലിഫോൺ ഡയറക്ടറി, പിന്നെ ഒരു ഇൻഡെക്സ് ബുക്ക്, ഏറ്റവും കൂടുതൽ ഫോൺ കോൾസ് വന്നേക്കുന്നതിനെക്കുറിച്ചൊരു ഇൻഡെക്സ് ബുക്ക്, പിന്നെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളെക്കുറിച്ച് അല്ലെങ്കിൽ വിനോദസഞ്ചാര സ്ഥലങ്ങളെക്കുറിച്ചൊരു അറിവ് ഈ പറയുന്ന ടൂറിസ്റ്റ് ഓഫീസ് സ്റ്റാഫിന് ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഇപ്പോൾ ഇത്രമാത്രം ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റുകൾ പിന്നെ ആദ്യം ചോദിക്കുന്നതന്നെ ഏറ്റവും അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഇത്ര കിലോമീറ്ററാണ്, എന്താണ് അവിടെ കാണാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അതിനെല്ലാം കൃത്യമായി ഉത്തരം നൽകുവാൻ ഒരു റിസപ്ഷനിസ്റ്റിന് സാധിക്കണം. പിന്നെ ഒരു റെയിൽവേ ടൈം ടേബിൾ, അതായത് എത്ര മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തേക്ക് ട്രെയിനിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് ഉണ്ടതിനെക്കുറിച്ചുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഷെഡ്യൂൾസ്, വിമാനത്തിൻ്റെ സമയക്രമീകരണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ സ്ഥലങ്ങൾ എങ്ങോട്ടൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ഐഡിയ. അത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഡെസ്കിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ മെയിൻ റിക്വയർമെൻറ്റ്സ് ഓഫ് എ റിസപ്ഷനിസ്റ്റ് ജോബ്? കേർട്ടസി ആൻഡ് ഗുഡ് മാനേഴ്സ് ആർ ദ 2 പ്രൈം റിക്വയർമെൻറ്റ്സ് ഓഫ് എ റിസപ്ഷനിസ്റ്റ് ജോബ്. എന്തൊക്കെ യോഗ്യതകളാണ് അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് ഒരു റിസപ്ഷനിസ്റ്റിന് വേണ്ടത്? അതെന്നു പറയുന്നത് ഗുഡ് മാനേഴ്സും കേർട്ടസി വേണം. നല്ല സ്വഭാവം, നല്ല രീതിയിൽ പെരുമാറ്റം, നല്ല രീതിയിൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ പൊളൈറ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും എളുപ്പമാകുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് പോലും എളുപ്പമാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഹൗ ഷുഡ് എ റിസപ്ഷനിസ്റ്റ് ബിഹേവ് വിത്ത് ദ ഗസ്റ്റ് വിസിറ്റേഴ്സ്? ദ ഗസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ് ഷുഡ് ബി ട്രീറ്റഡ് courteously and diplomatically by a റിസപ്ഷനിസ്റ്റ്. എപ്പോഴും ഗസ്റ്റുകളെ അല്ലെ അതിഥികളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വേണം അവരെ സ്വാഗതം ചെയ്യാനും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും വേണ്ടത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാഠഭാഗത്ത് ഉള്ളത്. മെയിനായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെയാണ് ഉള്ളത്. നിങ്ങളത് പഠിക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം താങ്ക് യു.